ചാനലിൻ്റെതായിട്ട് ഒട്ടിച്ചേക്കുന്ന എല്ലാ സ്റ്റിക്കറും നമുക്ക് റിമൂവ് ചെയ്യണം. വിചാരിച്ചാണ് ഞാൻ എൻ്റെ രീതിയിലുള്ള ചാനൽ നിർത്താൻ പോവാണെന്ന്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വണ്ടിക്കകത്ത് കുറച്ച് പരിപാടികളുണ്ട്. നല്ല വെയിൽ, വണ്ടി വെളിയിലോട്ട് നമുക്ക് എടുത്തിടാം. നല്ല വെയിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എന്ത് മോഡിഫിക്കേഷനാണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനലിൻ്റെതായിട്ട് ഒട്ടിച്ചേക്കുന്ന എല്ലാ സ്റ്റിക്കറും നമുക്ക് റിമൂവ് ചെയ്യണം. പിന്നെ എനിക്ക് ഒന്നോ രണ്ടോ വർഷമായി തോന്നുന്നല്ലോ ഒട്ടിച്ചിട്ട്. ഇതുവരെ ആരും പിടിക്കാഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി. ഒരു തവണ ജസ്റ്റ് യൂസിന് പോയി. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്യണം. അടുത്ത ആദ്യം നമുക്ക് ഈ ടാഗ് ഇതെല്ലാം മാറ്റണം. നമുക്ക് അങ്ങനെ കുറച്ച് പരിപാടികളുള്ളൂ. അപ്പോൾ ഫസ്റ്റ് വൺ ആദ്യത്തെ എടുത്ത് നമുക്ക് പുറകിലുണ്ട്. ഇവിടെ ഒരെണ്ണമുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇവിടെ ഒരെണ്ണം ഒട്ടിച്ചായിരുന്നു, അത് ഇളകിപ്പോയി. ഇതിനകത്ത് എടുക്കണം. ഗ്ലാസ് ഒട്ടിച്ചേക്കുന്നത് കറക്റ്റായിട്ട് ഇളക്കാൻ പാടാ. തെങ്ങനെ എളുപ്പം ഇളക്കുന്നു? സൈഡിൽ എടുത്ത് നോക്കാം. ഇളകുന്നില്ല. കമോൺ കിട്ടി. വാ. പശ തുടച്ചളയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടാം. വെട്ടി ഇളക്കി. ഇനി അതുകൊണ്ട് ഇത് ഇളക്കണം. ഇത് ശകലം ഇളകിയിരിക്കുന്നുണ്ട്. ഒരു പാട് കണ്ടോ? പശയാണ്. അതിപ്പോൾ തുടച്ചാലേ പോകത്തുള്ളൂ. പിന്നെ നമ്മൾ തുടയ്ക്കാൻ അത് പോകത്തില്ല. പിന്നെ അത് വൃത്തികേടായിരിക്കും. അങ്ങനെ തന്നെ ഇരിക്കും. എന്തോ ഒത്തിരി ചെറിയ പാടുണ്ട് പശയുടെ. തുടച്ച് മാറ്റണം. കാണാൻ പറ്റുന്നില്ല. ഏതാണ്ട് ആവശ്യമുള്ള ഫോക്കസ് ആകുന്നില്ല. അത് ഇവിടെ ഫോക്കസ് ആയി. അത് ഇളക്കി. ക്ലീൻ. കണ്ടോ? എന്താ പശയത്? അത് തുണി വെച്ച് തുടയ്ക്കണം. തുണി വെച്ചതല്ല, എന്തെങ്കിലും സോപ്പോ ഷാമ്പോ എല്ലാം വെച്ച് തുടച്ചെടുത്താൽ മതി. ഇങ്ങനെ ഫുൾ ക്ലീൻ. നിങ്ങളിപ്പോൾ വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇതെല്ലാം ഇളക്കി കളഞ്ഞിട്ട് ഞാൻ ഇവിടെ പോകാൻ, ചാനൽ നിർത്താൻ പോകുന്നൊക്കെ വിചാരിച്ചാണല്ലേ. ചിലരെങ്കിലും വിചാരിച്ച് കാണും. അവരോടാ പറയുന്നത്. അതൊരിക്കലും നടക്കത്തില്ല. ഞാൻ പോകത്തില്ല. ഞാൻ നിങ്ങളെ വിട്ട് പോത്തേയില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. പിന്നെ ഇത് ഇളക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നാളായിട്ട് ഇളക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ പഴയതായിപ്പോയി. കാണത്തുമില്ല. വെറുതെ ഒട്ടിച്ച് വെച്ചേക്കുക. കാണത്തുമില്ല. അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് വേറെ സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി നമ്മുടെ പേരിങ്ങനെ പുറകിലിങ്ങനെ അടിച്ചു വെക്കും. അതിനകത്ത് അടിപൊളിയായിരിക്കുമല്ലേ. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു കാര്യമുണ്ട്. വണ്ടിയുടെ ഒരെണ്ണാമ്പതിലുണ്ട്. അതിപ്പോൾ ഒട്ടിക്കുക. ഞാൻ പറഞ്ഞു തരാം എന്ത് പറഞ്ഞു സാധനമാണ്. ഇപ്പോൾ കാണിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊരു ക്ലബ്ബുണ്ട്.
റിക്സ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട് നമുക്ക്. അതിൻ്റെ കുറേ നാൾ മുമ്പ് വന്നേ, ഞാൻ ഇതിലായിട്ട് എടുത്തില്ലത്. കാണിച്ചാൽ ബാ ബാ, ഇതാ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി. റിക്സ് മോട്ടോഴ്സ് RMC സെർച്ച് ചെയ്ത് നോക്കണേ. അതിൻ്റെ ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇളക്കി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കാം. നേരെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇളക്കി ഒട്ടിയിൽ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പോൾ RMC പോയി നോക്കണം, ഇൻസ്റ്റയിലുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്യണം. ഇതാ കുറച്ച് പണി, ഇപ്പുറത്തില്ല, ഇപ്പുറത്തറിയാൻ പോലുമില്ല. ഇവിടെ ബാക്ക് സൈഡ് കൊണ്ട് വെയിൽ എപ്പോഴും അടിക്കുന്നുണ്ട്. കാറ്റടിക്കണം, കാറ്റ് കുറവ് വണ്ടിക്ക്. അയ്യോ, ഫ്രണ്ട് വീലും കുറവാണല്ലോ. പിന്നെ നമ്മുടെ വണ്ടിയുടെ പേര് ഇവിടെ ഇങ്ങനെ അടിക്കണം. കുറച്ച് പരിപാടിയുണ്ട്, നമുക്ക് അടുത്ത തവണ ചെയ്യാം. വരാമനെ ഓക്കെ, പോവാം. ഈ ലോഗോ ഒന്ന് മാറ്റിയാലോ? അല്ല, വേണ്ടല്ലേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ മാറ്റാൻ തോന്നും. ഗൈസ്, അപ്പോൾ നിങ്ങൾ പലരും വിചാരിച്ച് കാണും, എന്താണെങ്കിലും കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ട് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്ക്, എന്തുവാടെ കാണിക്കുന്നത് എന്ന് പലരും ചോദ്യം ഉണ്ടായി കാണും. ഞാനത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. എന്താന്ന്, കുറേ നാൾ വീഡിയോ കഴിഞ്ഞ 2 മാസം മുമ്പാണ് വീഡിയോ ഇട്ടിട്ട് ഇതേപോലെ പറഞ്ഞ സ്ഥിരം വീഡിയോ വരും, ഇതുപോലെ അല്ലെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നേ. അത് എപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് തിരക്കായിപ്പോയി. ശരി, പറയാതിരിക്കുന്നേ, കുറച്ച് തിരക്കായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പറയാം ഇവനുണ്ടായിപ്പോന്ന് പറയും അല്ലേ? പറയല്ലോ, എനിക്കറിയാം, നിങ്ങൾ പറയും. ഇതായിരുന്നു പരിപാടി. ലക്കം ഉണ്ടല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ തൊട്ട് പറയുന്ന ഇതിൻ്റെ പണിയുടെ കാര്യം ചെക്ക പുറത്തോട്ട്. ദിസ് ഈസ് മൈ റൂം. ഇതിൻ്റെ പുറകിലായിരുന്നു കുറച്ച് നാൾ, അതുകൊണ്ടായിരുന്നു വീഡിയോ എല്ലാം കൂടി ഇങ്ങനെ നമ്മുടെ വലിയൊരു ഫോട്ടോ അടിക്കും. ഓവറായിട്ടല്ലേ? നിങ്ങൾക്ക് കേൾക്കുമെന്ന് അറിയത്തില്ല, നല്ല എക്കോ ഉണ്ട്. അടിക്കണം നമ്മുടെ ചാനലിൻ്റെ പേര്, ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് വേണമെങ്കിൽ നമുക്ക് മണ്ടയ്ക്ക് അടിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറകിലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ എല്ലാം എപ്പോഴും പറയുന്ന പോലെ നല്ല എക്കോ ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഇത് കഴിഞ്ഞ് അടുത്ത വീഡിയോ ഉണ്ടാകും, നിങ്ങൾ നോക്കിയിരിക്കും എന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാൻ ഭയങ്കര ഉടായിപ്പാ, എനിക്കറിയാം, ഇടാന്ന് പറഞ്ഞിടത്തില്ല. അപ്പോൾ ഇടുവായിരിക്കും അല്ലേ? എനിക്ക് ഫോൺ വിളിച്ച് 2 തെറി പറഞ്ഞാൽ മതി. അപ്പോൾ ഗൈസ്, അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കണം കൂടെ. ഹലോ, ഓ കൊള്ളാല്ലേ? ഇപ്പോൾ ബെല്ലൈക്കണോടെ നൈസായിട്ട് തട്ടിപ്പൊട്ടിക്കിട്ട് അടിച്ചു പൊക്കോ.